മനീഷ് ചോദിച്ചു. ഇല്ല, അദ്ദേഹത്തെ കാണാനാണേൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. രാധ പറഞ്ഞു. ഞങ്ങൾ വന്നത് അയാളെ കാണാനല്ല, ഇവളെ കൊണ്ടുപോവാനാണ്. മനീഷ് പറഞ്ഞു. അത് കേട്ട് രാധ ഭയന്നു. എന്താ, ഇവളെങ്ങോട്ട് കൊണ്ടുപോവാൻ? രാധ ചോദിച്ചു. അതൊക്കെ പറയാം. മനീഷ് രാധയെ നോക്കി അങ്ങനെ പറഞ്ഞ ശേഷം കൂട്ടാളികളെ നോക്കി ശാരികയെ എടുക്കാൻ നിർദ്ദേശം കൊടുത്തു. അവിടെ നിന്നും മറ്റൊരു റൂമിലേക്ക് അവർ ശാരികയെ കൊണ്ടുപോയി. രാധ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രാധയെ സിദ്ധാർത്ഥിന്റെ സ്റ്റാഫുകൾ പിടിച്ചുവച്ചു. അവൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഉപദ്രവിക്കരുത്, ഞങ്ങളെ വിട്ടേക്ക്. രാധ അപേക്ഷ പോലെ പറഞ്ഞു. നീയൊക്കെ ഒരു നിരപരാധിയുടെ ജീവിതം വെച്ച് കളിക്കുന്നില്ലേ? അതിന് ഞങ്ങളൊരു സമ്മാനം കൊണ്ട് വന്നിട്ടുണ്ട്, അത് വാങ്ങിയിട്ട് പോയാ മതി. മനീഷ് അരിശത്തോടെ പറഞ്ഞു. അപ്പോൾ രാധ തറഞ്ഞു നിന്നുപോയി. അവർ സംസാരിക്കുന്നത് റാമിന്റെ കാര്യം തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തെങ്കിലും പറയാനുള്ള ശക്തി പോലും ചോർന്ന് ആ സ്ത്രീ അവിടെ നിന്നു. മനീഷ് അപ്പോൾ ശാരികയെ മറ്റൊരു മുറിയിൽ കൊണ്ടു കിടത്തി. അവിടെ സിദ്ധാർത്ഥ് നേരത്തെ ഏർപ്പാട് ചെയ്ത ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ശാരികയ്ക്ക് ബോധം തെളിഞ്ഞല്ല. അവൾ മയങ്ങിക്കിടക്കുന്നത് കണ്ട് മനീഷിന് എന്തോ പന്തികേട് തോന്നി. ഇതെന്തേ കുട്ടി ഉണരാത്തത്? മനീഷ് ചോദിച്ചു. രാധ അപ്പോൾ ഒന്നും മിണ്ടാതെ അവർക്ക് പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കുട്ടിക്ക് ഇവരെ ഡ്രഗ് കൊടുത്തിട്ടുണ്ട്, മൊഴി മാറ്റാതിരിക്കാനാവും. അവരിടയ്ക്കിടെ മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്ഷീണമാണ്. ഡോക്ടർ ശാരികയെ പരിശോധിച്ച ശേഷം പറഞ്ഞു. ഓ, അപ്പൊ ഈ കുട്ടി അറിയാതെ ആവും റാമിനെതിരെ ഇങ്ങനൊരു ആരോപണം വന്നത്. ഡ്രഗ് കൊടുത്ത് പറയിപ്പിച്ചതാവും അല്ലേ? മനീഷ് ചോദിച്ചു. അങ്ങനെ ആവാനാണ് സാധ്യത, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മനീഷ് രാധയ്ക്ക് നേരെ തിരിഞ്ഞു. നാണുണ്ടോ നിങ്ങൾക്ക്? മകളുടെ ഭാവി പോലും കാര്യമാക്കാതെ കാശിനു വേണ്ടി ഇങ്ങനെ ജീവിക്കാൻ. ഛേ! മനീഷ് പറഞ്ഞത് കേട്ട് രാധ വിഷമത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. മനീഷ് വീണ്ടും ഡോക്ടറെ നോക്കി. ഡോക്ടർ, ഈ കുട്ടിയെ ഉടനെ സ്വബോധത്തിലെത്തിക്കണം, മറ്റെല്ലാം പിന്നെ. മനീഷ് പറഞ്ഞു. ശരി, ഡോക്ടർ പറഞ്ഞു. പിന്നീട് കുറച്ചുനേരം ഡോക്ടർ ശാരികയെ വിശദമായി പരിശോധിച്ചു. മയക്കം വിട്ട് മാറാനുള്ള മരുന്ന് അവൾക്ക് കുത്തിവെച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ശാരിക പതിയെ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. അവൾ പരിചയമില്ലാത്ത മനീഷിന്റെ സംസാരം കേട്ടുകൊണ്ട് കണ്ണുകൾ തുറന്നു. അപ്പോൾ മനീഷ് രാധയോട് സംസാരിക്കുകയായിരുന്നു. അല്ല സ്ത്രീയെ, നിങ്ങൾക്ക് ബോധമൊന്നുമില്ലായിരുന്നോ? കൊച്ചിന് ഇതിന്റെ അച്ഛനും കൂട്ടാളികളും ഇങ്ങനെ മയക്കിക്കെടുത്തി കൊന്നാലും റാംദേവ് ജയിലിൽ കിടക്കണമെന്നേ നിങ്ങൾക്കും ആഗ്രഹമുള്ളൂല്ലേ? മനീഷ് ചോദിച്ചു. അത് കേട്ട് ശാരിക ഞെട്ടി. അവൾ ഉടനെ അമ്മയെ നോക്കി. അമ്മേ, ഇവരാരാ? റാം സാറിന് എന്താ പറ്റിയത്? ശാരിക ചോദിച്ചു. അവൾ ഉടനെ മയക്കത്തിൽ നിന്ന് ഉണർന്നത് കണ്ട രാധ അത്ഭുതപ്പെട്ടു. അവളുടെ അരികിലേക്ക് അവർ ഓടിച്ചെന്നു. അവരുടെ സ്നേഹപ്രകടനമൊന്നും ശാരിക ശ്രദ്ധിച്ചില്ല. അമ്മേ പറ, എന്താ ഉണ്ടായത്? ശാരിക ചോദിച്ചു. ആ പെൺകുട്ടിക്ക് വെറും 13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നല്ല പക്വത വന്നിരുന്നു. അവൾ ചോദിച്ചത് കേട്ട് രാധ കണ്ണുകൾ തുടച്ച് മൗനം പാലിച്ചു. ഞാൻ പറയാം മോളെ, മനീഷ് പറഞ്ഞു. അത് കേട്ട് ശാരിക അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ മനീഷ് പറയാൻ ആരംഭിച്ചു. മോളുടെ റാംസാറിനെ ഇവരെല്ലാം കൂടി ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി. അതിന് മോളെ കൊണ്ട് ഡ്രഗ് കഴിപ്പിച്ച് ഫേക്ക് ആരോപണം ഉണ്ടാക്കി. നിന്റെ അമ്മയും അച്ഛനും അത്രയ്ക്ക് നന്ദിയില്ലാത്തവരായിപ്പോയി. ആ പാവം മനുഷ്യൻ ഇന്ന് ആത്മഹത്യയുടെ വക്കില. മനീഷ് രാധയെ പുച്ഛത്തോടെ നോക്കി പറഞ്ഞു. ശാരിക ഇതെല്ലാം കേട്ട് അമ്പരന്ന് പോയി. അവൾ അമ്മയെ നോക്കി. അമ്മേ, ഈ അങ്കിൾ പറഞ്ഞതൊക്കെ സത്യമാണോ? ശാരിക ചോദിച്ചു. രാധ മറുപടി പറയാതെ കരയാൻ തുടങ്ങി. അവർക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ഇങ്ങനെ ഉപദ്രവിക്കാൻ ആ റാംസാർ നമ്മൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ശാരിക ചോദിച്ചു. അപ്പോൾ മനീഷ് അവളുടെ അടുത്തേക്ക് വന്നു. മോള് പറ, റാംസാർ മോളോട് എങ്ങനെയാ പെരുമാറിയിരുന്നെ? മനീഷ് ചോദിച്ചു. അത് കേട്ട് ശാരിക പറഞ്ഞു. രാംദേവ് സാറ് എന്നോട് അനിയത്തെ പോലെയാണ് പെരുമാറിയത്. എല്ലാ തവണയും ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിൽ അവസ്ഥ കണ്ടിട്ട് കാശൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ട്. റാം സാർ ഒരിക്കലും എന്നോടെന്നല്ല ആരോടും ഒരു തെറ്റും ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്, ശാരിക പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് റാമിന് വലിയ കാര്യമാണെന്ന് മനീഷിന് മനസ്സിലായി. എന്നാലും അമ്മയെ കാണുമ്പോ സ്വന്തം അമ്മയെ ഓർമ്മ വരുന്നെന്ന് ഒരിക്കൽ പറഞ്ഞില്ലേ സാറ്? എന്നിട്ട് അമ്മ പോലും ചതിക്കാൻ കൂട്ടുനിന്നല്ലോ, ശാരിക പറഞ്ഞു. മനീഷ് ആ പെൺകുട്ടി എത്ര വ്യക്തമായാണ് ഓരോ കാര്യവും സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ സങ്കടത്തോടെ രാധ ഉടനെ മനീഷിനെ നോക്കി. ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ എന്നെ മോളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുമെന്നാ ഇവളുടെ അച്ഛൻ പറഞ്ഞ്. അയാളെ കെട്ടിയതുകൊണ്ടാണ് എനിക്ക് ഈ മഹാഭാവമൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്റെ മോളെ തളർത്തി കിടത്താൻ പോലും എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നത് ഗതികേട് കൊണ്ടാ. ഞങ്ങൾ ഉപദ്രവിക്കരുത്, രാധ പറഞ്ഞു.
അപ്പോൾ മനീഷ് അവരെ നോക്കി. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടത് തെളിവുകളാണ്. റാമിനെ മോചിപ്പിക്കാൻ വേണ്ട തെളിവുകൾ കിട്ടിയാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം, മനീഷ് പറഞ്ഞു. ഞങ്ങള് റാമിന് അനുകൂലമായി മൊഴി തന്നാൽ എന്റെ ഭർത്താവും ആ ധീരവും ഞങ്ങളെ വെറുതെ വിടില്ല. സർ, എന്റെ ഭർത്താവിന് കുടുംബമൊന്നും വലുതല്ല, പണമാണ് വലുത്. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല, രാധ ഭയത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. ഞാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. വിരോധമില്ലെങ്കിൽ മോളോട് അല്പനേരം തനിയെ സംസാരിച്ചോട്ടെ, മനീഷ് ചോദിച്ചു. രാധ തലയാട്ടിയ ശേഷം മുറിയിൽ നിന്നിറങ്ങി. അകത്ത് മനീഷും സിദ്ധാർത്ഥിന്റെ 2 സ്റ്റാഫുകളും ഡോക്ടറും മാത്രമായി. മനീഷ് ശാരികയോട് തനിക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചറിഞ്ഞു. റാമിനെതിരെ വന്ന ആരോപണം കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ട തെളിവുകൾ ശേഖരിച്ചു. അതിനുശേഷം ശാരികയും രാധയും സിദ്ധാർത്ഥിന്റെ സ്റ്റാഫുകളുടെ ഒപ്പം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി. മനീഷിന് ഈ തെളിവുകൾ മാത്രം മതിയാവുമായിരുന്നില്ല. ശാരികയുടെ അച്ഛൻ രാഘവൻ മഹാ തെമ്മാടിയും എന്തിനും മടിക്കാത്തവനാണെന്നും കൂടി തെളിയിക്കണമെന്നുണ്ടായിരുന്നു. അയാളെയും ധീരവിനെയും ഒന്നിച്ച് ജയിലിൽ അയക്കാനുള്ള തെളിവുകൾ ശേഖരിക്കാൻ മനീഷ് അയാളുടെ നാട്ടിലേക്ക് വീണ്ടും ചെന്നു. അവിടെ ഒരു വീടെടുത്ത് താമസിച്ച് ഓരോ ദിവസവും സിദ്ധാർത്ഥിന് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു മനീഷ്. ആ നാട്ടിൽ ഒരാൾക്കും അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നില്ല. രാഘവനെതിരെ 1-2 മോഷണ കേസുകളും മറ്റും ഉണ്ടായിരുന്നു. അയാൾ തികഞ്ഞ മദ്യപാനിയും ചൂതാട്ടം നടത്തുന്ന ആളുമായിരുന്നു. അയാളുടെ കുത്തഴിഞ്ഞ ജീവിതം കാരണമാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്ന അയാളുടെ കുടുംബം ഇത്ര ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നത്. രാഘവനെക്കുറിച്ച് ഓരോന്നറിയും തോറും മനീഷിന്റെ മനസ്സിൽ അയാളോട് വെറുപ്പ് കൂടിക്കൂടി വന്നു. സിദ്ധാർത്ഥ് വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അയാളെ പൊക്കാൻ പറ്റുമെങ്കിലും അതല്ല. തെറ്റുകാരനാണെന്ന് തെളിയിക്കാൻ വേണ്ട തെളിവുകൾ ശേഖരിച്ച ശേഷം മതി എന്തെങ്കിലും ചെയ്യുന്നതെന്നും മനീഷ് മനസ്സിൽ തീരുമാനിച്ചു. രാഘവനെപ്പറ്റി കൂടുതൽ അറിയാനായി മനീഷ് ചില ആളുകളെ നിയോഗിച്ചു. അധികം വൈകാതെ തന്നെ മുഴുവൻ വിവരങ്ങളുമായി അവർ മനീഷിന്റെ അരികിൽ തിരിച്ചെത്തി. എല്ലാം കേട്ട് മനീഷ് ചിന്തയോടെ കസേരയിലേക്ക് ചാഞ്ഞു. പിറ്റേന്ന് സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റ് മനീഷ് രാഘവനെതിരായ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം ഓഫീസിലേക്കെത്തി. തന്റെ ക്യാബിനിൽ ചെന്നിരുന്ന ശേഷം മനീഷ് അതെല്ലാം ഒരു ഡോക്യുമെന്റ് ആക്കി പ്രിന്റ് എടുത്ത് ഫയലിൽ വെച്ചു. പിന്നെ ഒരു പെൻഡ്രൈവിലുമാക്കി സേവ് ചെയ്തു. ഒരു തരത്തിലും ആ തെളിവുകൾ നഷ്ടമാവരുതെന്ന നിർബന്ധമുള്ളതുകൊണ്ടായിരുന്നു അവൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ തന്നെ ആ തെളിവുകൾ പോലീസിലും മറ്റും ഏൽപ്പിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സിദ്ധാർത്ഥ് പറയാതെ സ്വന്തമായി ഈ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ മനീഷിന് കഴിയില്ലായിരുന്നു. അവനെല്ലാം കൃത്യമാക്കി എടുത്തുവച്ച ശേഷം ക്യാബിനിൽ തന്നെ കിടന്ന് അല്പം മയങ്ങി. കുറെ ദിവസങ്ങളായി പല തിരക്കുകളിലും ഓടി നടക്കുന്നത് കാരണം അയാൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഈ സമയം സിദ്ധാർത്ഥ് അവന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വസ്ത്രം മാറിയ ശേഷം താഴേക്കിറങ്ങി വരുമ്പോൾ നീലിമ അശ്വിന്റെ അരികിൽ ഹാളിലെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടപാടെ അവൾ പുഞ്ചിരിച്ചു. സിദ്ധാർത്ഥ് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അശ്വിൻ അവനെ കണ്ടു പറഞ്ഞു, ഗുഡ് മോർണിംഗ് ഡാഡി. അശ്വിൻ വിളിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവനോടും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു. സിദ്ധാർത്ഥ് ഓഫീസിലേക്കാണോ? നീലിമ ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, ഹാ അതെ. അവൻ മറ്റൊന്നും പറയാതെ അവിടെ നിന്നും ഉടനെ ഇറങ്ങിപ്പോയി. റാമിന്റെ കാര്യം എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ നീലിമയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അവൻ മനഃപൂർവ്വമാണ് അവളോട് ഒന്നും പറയാതിരുന്നത്. റാമിനെ രക്ഷിക്കാനുള്ളതൊക്കെ താൻ ചെയ്യുന്നുണ്ട്. നീലിമ അതിൽ ഇടപെടണ്ട എന്ന ഭാവമായിരുന്നു സിദ്ധാർത്ഥിന്. സിദ്ധാർത്ഥ് ഓഫീസിലെത്തി തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ തന്നെ മനീഷ് അവന്റെ ക്യാബിനിൽ കയറി വന്നു.